ഭക്തിക്ക് ഒരു നിർവചനമുണ്ടോ? ഭക്തി എങ്ങനെ ആവണം, അല്ലെങ്കിൽ ഭക്തി എങ്ങനെ വേണം? സാധാരണ രീതിയിൽ ഒരു ഭക്തന് അതുണ്ട്. ദേവനോട് എങ്ങനെയുള്ള ഭക്തിയായിരിക്കണം വേണ്ടത്? അതിനെക്കുറിച്ചിട്ട് ഇതിൽ ഭഗവതിൽ പറയുന്നത് വെച്ചാൽ, ഈ ആത്മവൽ സർവഭൂതേഷു എന്നാണ് പറയുന്നത്. എല്ലാ ജീവജാലങ്ങളിലും എന്നെ കാണണം എന്ന് വെച്ചാൽ ഭഗവാൻ, നമ്മുടെ ഉള്ളിൽ ഭഗവാനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉണ്ട്. അതാണ് ആത്മവൽ സർവഭൂതേഷു എന്നാണ്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളിലും ഉള്ള അത് തന്നെയാണ് ഞാനും എന്ന് മനസ്സിൽ വിചാരിക്കണം. അതാണ് ഭക്തിയുടെ ലക്ഷണം. അതല്ലാതെ കൈകൂപ്പിയത് കൊണ്ടോ നാമം ജപിച്ചത് കൊണ്ടോ വഴിപാട് കഴിച്ചതുകൊണ്ടും ഭക്തിയാവില്ല. അപ്പോൾ വരുന്നതായിരിക്കുന്ന ഓരോരുത്തരെ കാണുമ്പോഴും നേരെ ആത്മവൽ സർവോപദേശം. അപ്പോൾ അതിൽ ഈശ്വരനുണ്ട്, ഇയാൾ ഈശ്വരനുണ്ട്, ഇയാൾ ഈശ്വരനുണ്ടെന്ന് കണ്ടിട്ട് നേരെ നമസ്കരിക്കാൻ പഠിക്കരുതെന്നാണ്. അതാണ് ആശ്വചാണ്ഡാള ഗോകരം എന്ന് പറയും. അതിപ്പോൾ കഴുതയായാലും കുതിരയായാലും പിച്ചക്കാരനായാലും തന്നെ വന്ന നാളിൽ ഈശ്വരനുണ്ടെന്ന് കാണണം. അതാണ് ഉത്തമമായ ഭക്തി, അതാണ് ശരിയായിരിക്കുന്ന ഭക്തി. ബഹുമാനം, ബഹുമാനത്തേക്കാൾ കൂടുതൽ നേരെ ഞാൻ തന്നെയാണ്, നീ തന്നെയാണ് ഞാൻ, ആ ഒരു ഭാവം ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നേരെ ആളുകളെ അങ്ങനെയുള്ള അടുപ്പം വരുന്ന സമയത്താണ് പരസ്പരം ഈ ദ്രോഹമില്ലാത്ത അവസ്ഥ വരിക എന്നാണ് അവർ. അതല്ലാതെ നമുക്ക് വഴിപാട് കഴിച്ചു കെട്ടിടങ്ങളൊക്കെ, അപ്പോഴാണ് ഈ കളവൊക്കെ വന്നത്. മോഷണം വരുന്നതുകൊണ്ട് ഭഗവാന് പൈസ ആവശ്യമില്ല. പക്ഷെ എങ്കിലും ഭഗവാനിൽ വരുന്ന ഓരോ ഭക്തനിലും എന്നെ കാണണമെന്നാണ്. അതാണ് യഥാർത്ഥ ഭക്തി. അതുണ്ടെങ്കിൽ ഈ പ്രശ്നമില്ല എന്ന്. അതുകൊണ്ടാണ് നേരെ അങ്ങനെ വരാനുള്ള കാരണം. അപ്പോൾ അതാണ് ഭക്തിയുടെ യഥാർത്ഥ ലക്ഷണം എന്നാണ്. അപ്പോൾ ഭക്തിക്ക് നേരെ 9 കാര്യങ്ങളൊക്കെ പറയും. ഭക്തിക്ക് നവലക്ഷണങ്ങളാണ് പറയുക സാധാരണ. അത് നേരെ ഭക്തിയുടെ 9 ലക്ഷണങ്ങൾ നേരെ എല്ലാ പുരാണങ്ങളും ഒരുമിച്ച് പറയും. ശ്രവണം, കീർത്തനം ചെയ്വ, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇതാണ് ഭക്തിയുടെ 9 ലക്ഷണങ്ങൾ. ശ്രവണം, കീർത്തനം. അപ്പോൾ ഈ ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുക, ശ്രവിക്കുക, അതൊന്ന്. പിന്നെ കീർത്തനം, അത് പറഞ്ഞത് കേട്ടതിനെ കീർത്തനം. പിന്നെ ഭഗവാനെ ഉള്ളിൽ സ്മരിക്കുക. ശ്രവണം, കീർത്തനം ചെയ്യുക, സ്മരണം, പാദസേവനം. ഭഗവാന്റെ പാദസേവനം ചെയ്യാനായിട്ട് തയ്യാറാണ്. ഭഗവാൻ എന്ന് വെച്ചാൽ ഭഗവാൻ എവിടെയുണ്ടോ അവിടെയൊക്കെ പാദസേവനം ചെയ്യണം. പാദസേവനം. അർച്ചനം, വന്ദനം, ദാസ്യം. ഭഗവാനെ അർച്ചിക്കാനായിട്ട് സാധിക്കണം, ചെയ്യുക. പിന്നെ വന്ദനം, ഭഗവാനെ വന്ദിക്കുക. അപ്പോൾ ഭഗവാന് യഥാർത്ഥത്തിൽ വന്ദനം എന്ന് പറയുമ്പോൾ നേരെ സാഷ്ടാംഗ പ്രമാണമോ എങ്ങനെയാണ്. പിന്നെ സഖ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനും ഭഗവാനും തമ്മിലുള്ളതായിരിക്കുന്ന ഒരേ ഒന്ന് തന്നെയാണ്. സഖി എന്നുള്ള ഭാവത്തിൽ വരണം എന്നാണ്. അതാണ് സഖ്യം എന്ന് പറയുന്നത്. ഞാനും ഭഗവാനും വേറെയല്ല. പിന്നെ ആത്മനിവേദനം എന്നാണ്. ഭഗവാന് വേണ്ടിയിട്ട് സർവസ്വം സമർപ്പിക്കാനുള്ള ഒരു ബോധം വരണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് സാധാരണ മനസ്സിലാക്കാനുള്ള കാര്യം വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും നല്ല ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകും. ഗുരുവായൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, അവിടെ എല്ലാവർക്കും ആദ്യം പോയി തൊഴണം. അപ്പോൾ അതിനുവേണ്ടി തിക്കും തിരക്കൊക്കെ പിടിച്ചു പോകും. അപ്പോൾ ശാന്തമായിട്ട് പതുക്കെ നാമം ചൊല്ലിക്കൊണ്ട് പോകാനുള്ള സ്വഭാവമില്ല, തിക്കാണ്. ഇപ്പോൾ പിന്നെ സൗകര്യങ്ങളനുസരിച്ചിട്ട് പെട്ടെന്ന് കയറാനുള്ളതായിരിക്കുന്ന ടിക്കറ്റ് ഉണ്ട്, VIP ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഭക്തിയുടെ ലക്ഷണങ്ങളേ അല്ല. അപ്പോൾ നാമം ജപിച്ച് പോകാമെന്നാണ്. അതേപോലെ സാധാരണ ക്ഷേത്രങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണം നമ്മൾ ക്ഷേത്രത്തിൽ വന്നു. അപ്പോൾ അതാണ് പറയുക, ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ ദാസനാണ് എന്ന് കണക്കാക്കണം എന്നാണ് പറയുന്നത്. ഞാൻ ഭഗവാന്റെ ദാസനാണ് എന്നുള്ള ഭാവത്തിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഉദാഹരണം വന്നപ്പോൾ കുറച്ച് കടലാസ് ഒരു ഭാഗത്ത് കിടക്കണം. അപ്പോൾ എന്ത് ചെയ്യും ആൾക്കാർ? സാധാരണഗതിയിൽ ആൾക്കാർ ക്ഷേത്രത്തിലേക്ക് കുറച്ച് ചവറ് കിടക്കണം. നേരെ ഒന്നുകിൽ മേൽശാന്തിയുടെ വരാതെ പറയും, അല്ലെങ്കിൽ ജോലിക്കാർ പറയും, കണക്കിൽ കണ്ടില്ലേ, ഇല്ലെങ്കിൽ ഇയാളെന്തിന് ശമ്പളം മേടിക്കണമെന്നിരിക്കും. ഇത് ഇയാൾക്ക് കൊണ്ട് അപ്പുറത്ത് കൊണ്ട് കളയാവുന്നേ ഉള്ളൂ. അങ്ങനെ ആരും ചെയ്യാറില്ല, ഒരാളും ചെയ്യാറില്ല. ഇവിടെ ക്ഷേത്രത്തിൽ കുറച്ച് അവർ ഇവിടെ കിടക്കണമെങ്കിൽ സ്വയമായിട്ട് കൊണ്ടേ കളയണം. അതാണ് ദാസ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ദാസഭാവത്തിൽ ഭഗവാനെ സേവിക്കണം. പക്ഷെ നമുക്കിപ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഭക്തിയിൽ എന്താണെന്ന് വെച്ചാൽ യജമാന ഭാവത്തിലാണ് നമ്മൾ സേവിക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഈ ഗുരുവായൂരാണ് കൂടുതൽ. ഇപ്പോൾ ഈ ഉദയാസ്തമന പൂജയൊക്കെ നടത്തും. ഉദയാസ്തമന പൂജയ്ക്ക് വളരെ പണച്ചെലവുള്ള പൂജയാണ്. അപ്പോൾ ഉദയാസ്തമന പൂജയൊക്കെ നടത്തുമ്പോൾ ശിവേരി ഉണ്ടല്ലോ, അപ്പോൾ 5 ശിവേരി ഉണ്ട്. അപ്പോൾ അതിൽ ശിവേലിക്ക് ആനയൊക്കെ വെച്ച് ശിവേരി നടത്തുമ്പോൾ നേരെന്ത് ചെയ്യും? അന്നത്തെ വഴിപാടുകാരെ കൂടെ പോകണം, അവർ പോകും, വഴിപാടുകാരും കൂടെ പോകും. അപ്പോൾ വാസ്തവത്തിൽ ശരിക്കും ഭക്തൻ എന്ത് വേണം? ആനയുടെ പുറത്ത് ഭഗവാൻ ഗുരുവായൂരപ്പൻ എഴുന്നള്ളിയിട്ടിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ പുറകിൽ കൈകൂപ്പിക്കൊണ്ട് നാമം ജ്വലിച്ചു പോകുന്നവനാണ് ദാസ്യഭാവം എന്ന് പറയും. പക്ഷെ നമ്മൾ കാണുന്നത് എന്താണ്? നമ്മൾ കാണുന്നത് പലപ്പോഴും നേരെ ഇതേപോലെ നല്ല കസവിൻ്റെ 2 മുണ്ടൊക്കെ ഇട്ട് ആനയുടെ ഒപ്പം തന്നെ ഇപ്പുറത്ത് പോകും. ഞാനാണ്, എൻ്റെ ഉദയാസ്തമന പൂജയാണ്, എൻ്റേതായിരിക്കുന്ന ഉദയാസ്തമന പൂജയാണ് നിങ്ങോട്ട് പറയും.
ഇന്ന് ഞാൻ ഇന്നത്തെ എല്ലാ അഹസ്സും ഞാനാണ് നടത്തണത് എന്നങ്ങോട്ട് പറയും. അപ്പോൾ അതാണ് നേരെ നടക്കുന്നത്. അത് യജമാന ഭാവമാണ്. യജമാന ഭാവത്തിൽ ഭഗവാനെ കാണാൻ പാടാതെ ഭക്തിയല്ല, ദാസഭാവത്തിൽ കാണണം. അതാണ് ഇത് പെട്ടെന്ന് മനസ്സിലാകാനുള്ള ഉദാഹരണം. നമ്മൾ രണ്ടും കാണുന്നതാണെന്നാണല്ലോ, അതാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതാണ് ഭക്തിയുടെ ഭാവം. അപ്പോൾ ഭക്തിയുടെ 9 ലക്ഷണമുണ്ട്. അപ്പോൾ യഥാർത്ഥ ഭക്തൻ എന്ന് പറഞ്ഞാൽ എല്ലാവരിലും ആത്മവൽ സർവഭൂതേഷു എന്നങ്ങോട്ട് പറയണം, അതാണ്. അപ്പോൾ അതാണ് വേണ്ടത്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്.